ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് നടന്ന LDC എക്സാം, നമ്മളെ മലയാളം കന്നഡ നോയിങ് LDC എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നടന്ന എക്സാമാണ്. അപ്പം ഇനി വരാൻ പോകുന്ന LDCക്കായാലും ചെറിയൊരു മാതൃകയാണ് ഈ എക്സാം. നമ്മുടെ മലയാള ഭാഗത്ത് നിന്നും ഏകദേശം 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യമാണ്, നൈതികം എന്നാൽ എന്തെന്നാണ്? നൈതികം എന്നാൽ എന്താണ്? നീതിയെ സംബന്ധിച്ച് നൈതികം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്തതാണ് എരി പ്ലസ് തി ചേർത്ത് എഴുതിയാൽ, എരി പ്ലസ് ചേർത്ത് എരുത്തിയാണ്. ഓപ്ഷൻ സി ആണ്, എരുത്തി. അടുത്ത ചോദ്യമാണ്, തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഓപ്ഷൻ ABCD ഏതാണ് തെറ്റായ ജോഡി? ഊഷരം ശീതളം. ഓക്കെ, തെറ്റായ ജോഡി ഊഷരം ശീതളം എന്നാണ്. അടുത്ത ചോദ്യമാണ് 64ാമത്തെ ചോദ്യമാണ്, ജസ്റ്റ് എറൗണ്ട് ദി കോർണർ എന്നതിൻ്റെ ഉചിതമായ മലയാള പരിഭാഷയാണ് ഏതാണ്? ഉടനടി നടക്കാനിടയുള്ള കാര്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യമാണ്, ശരിയായ പദം ഒറ്റപ്പദങ്ങൾ കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1, 2, 3, 4 ആണ്. ഓക്കെ, ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ച് പൈതൃകം, കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ രൂപം ഏതെന്നാണ്? ഏതാണ്? ജഡിലം. ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ജഡിലം കറക്റ്റ് ആയിട്ടുള്ളത്. ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആയസം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ആയസമാണ്. ശരിയായ വാക്യങ്ങൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ്. ഓക്കെ, 20 പശുക്കൾ വാങ്ങി, അതുപോലെ തന്നെ 30 കുട്ടികൾ വന്നു. ഓക്കെ, അടുത്ത 69ാമത്തെ ചോദ്യം, ഗുരുക്കൾ എന്ന പദത്തിൻ്റെ വചനം ഏതെന്നാണ്? ഏതാണ്? ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 2ഉം 3ഉമാണ്. സത്യം പറയുക എന്നത് ആവശ്യമാണ്. അതുപോലെ സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. 70ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം ഏതെന്നാണ്? 71 ഏതാണ് ശരിയായ? ആദരാഞ്ജലി. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആദരാഞ്ജലി ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യമാണ്, കടബാധ്യത വിഗ്രഹിച്ചാൽ കടം മൂലമുണ്ടാകുന്ന ബാധ്യത. ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ അല്പം ക്ലിയർ ഇല്ല, നമുക്ക് വേറെ PDF കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്ത ചോദ്യമാണ് 73ാമത്തെ ചോദ്യമാണ്, കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ കരം, ചരണം മുതലായവ. ഓക്കെ, അടുത്താണ് നിരാമയൻ എന്നാണ്? ദുഃഖമില്ലാത്തവൻ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദുഃഖമില്ലാത്തവൻ. 75ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതെന്നാണ്? ഏതാണ്? വാഗവേദ. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത്. 76ാമത്തെയാണ്, ചുവടെ തന്നിട്ടുള്ളതിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം അന്യാദൃശ്യം. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ്. 77 ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 വാക്യങ്ങളും തെറ്റാണ്. 78ാമത്തെ ചോദ്യമാണ്, ശരിയായ പദം കണ്ടെത്താനാണ്. ഏത്? ഘടകവിരുദ്ധം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 79 തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. 80ാമത്തെ ചോദ്യമാണ്, മൃത്തിക എന്ന പദത്തിൻ്റെ പര്യായം. ഓപ്ഷൻ ബി ആണ്, മണ്ണാണ്. ഓക്കെ, നമ്മുടെ മലയാളത്തിലെ 20 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ LDC എക്സാം, മലയാളം കന്നഡ നോയിങ് LD എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.